ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിലെ ഒരു ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പം ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഒരു 1 month ആയി ബർത്ത്ഡേ കഴിഞ്ഞിട്ട്. പക്ഷെ കുറച്ച് ഗിഫ്റ്റ്സൊക്കെ ഞാൻ പൊട്ടിച്ച് നോക്കി, കുറച്ച് ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടില്ല. നിങ്ങളെവിടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം അത് നമുക്കില്ലേ ഒരു ഗിഫ്റ്റ് കിട്ടുന്ന സമയത്ത് അതിപ്പോൾ ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, ആ ഡേയിൽ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം, അതുപോലെ തന്നെ ആ ഗിഫ്റ്റ് തുറക്കാൻ കിട്ടുന്ന ആ ഒരു ക്യൂരിയോസിറ്റി എന്തായിരിക്കും അതിൻ്റെ ഉള്ളിൽ. അത് എത്ര വലുതായിക്കഴിഞ്ഞാലും അത് എത്ര ചെറുതാണേലും ആ ഒരിത് നമുക്കുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ആ ഗിഫ്റ്റ് തന്ന ആൾക്കും ഒരു ഹാപ്പിനെസ് ആണല്ലേ നമുക്ക് നമ്മളെ ഓർത്ത് നമ്മൾക്ക് വേണ്ടി ആ ഡേയിൽ നമുക്ക് തരിക എന്നുള്ള. ഇറ്റ്സ് വെരി പ്ലസൻറ്റ് ഡേ ആൻഡ് ഇറ്റ്സ് പ്ലസൻറ്റ് മെമ്മറി എന്ന് പറയാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര വലുതാണ്. ബിക്കോസ് നമ്മളിപ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡിലൊക്കെ ഒരു കേക്ക് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കിട്ടുക എന്നുള്ള ആ ഒരു മെമ്മറി എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. എനിക്കൊരു 10th ആയപ്പോഴാണ് എനിക്ക് എൻ്റെ കേക്ക് ഫസ്റ്റ് കട്ട് ചെയ്തതും അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടുന്നതൊക്കെ എനിക്ക് 10th പിന്നെ ഞാൻ ഡിഗ്രി പഠിക്കാൻ നേരത്തെ +1 +2 കയറിയപ്പോഴും ഡിഗ്രിക്ക് ജോലിക്ക് കയറിയപ്പോൾ ഒക്കെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി. പക്ഷേ ആ ചൈൽഡ്ഹുഡിൽ കിട്ടുന്ന ആ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു കേക്ക് മുറിക്കുക അത് കിട്ടുന്നത് അത് ഭയങ്കര ഒരു മെമ്മറിയാണ്. അപ്പോൾ നമുക്ക് വലുതാവും തോറും നമുക്ക് ഓക്കെ നമുക്ക് മെമ്മറി മീൻസ് ആ ഒരു ഗിഫ്റ്റ് കിട്ടി ഓക്കെ ആണ്, അപ്പോഴും ഓക്കെ ആണ്. പക്ഷെ എന്നാലും ചൈൽഡ്ഹുഡിലെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് തന്നെയുള്ളൊരു മെമ്മറിയാണ്. അപ്പം എനിക്ക് പണ്ട് ഓർമ്മയുണ്ട്, ബർത്ത്ഡേൻ്റെ ദിവസം പണ്ടത്തെ മിഠായിയാണ് ക്യാൻഡിമാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടിച്ചു പൊട്ടിക്കുന്ന ഒരു മിഠായിയാണ്. അത് പല കളേഴ്സിലുണ്ട്. എനിക്കൊന്ന് ഓറഞ്ച്, ഗ്രീന്, യെല്ലോ അങ്ങനെയൊക്കെയുള്ള പല കളേഴ്സിലുള്ള മിഠായികളുണ്ട്. അപ്പോൾ അതൊരു 100 എണ്ണം വാങ്ങിയിട്ട് വരും അപ്പം. എന്നിട്ട് അതാണ് ഞാൻ സ്കൂളിൽ കൊണ്ട് കൊടുക്കുന്നത്. അപ്പം ആ ഒരു മെമ്മറിയൊക്കെയാണ് എനിക്കുള്ളത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ അങ്ങോട്ടേക്കൊരു ചെറുതിലങ്ങനെ ഒരു 7, 8 ഒക്കെ ആയപ്പോൾ എക്ലേസിൻ്റെ ഒരു ഗോൾഡൻ കളറിൽ പൊന്നിട്ടുള്ള ഒരു മിഠായി ഉണ്ടായിരുന്നു. അതാണ് പിന്നെ കൊണ്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെയുള്ള മെമ്മറീസേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് എൻ്റെ കേക്ക് കട്ട് ചെയ്യുന്ന 10th. അതെൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ചേർന്ന് ക്ലാസ്സിൽ കേക്ക് കട്ട് ചെയ്യുന്നതാണ്. അന്ന് എനിക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടി. അത് ഒരു ബുക്ക് ഉണ്ടായിരുന്നു, പിന്നെ എന്താ ഒരു പെന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് ഗിഫ്റ്റ്സ് എന്തോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേ അങ്ങനെയുള്ള കുറച്ച് ഗിഫ്റ്റ്സ് ഒരു ബുക്ക് എനിക്ക് എന്തായാലും ഓർമ്മ. എനിക്കൊരു ഫ്രണ്ട്സ് എനിക്ക് വാങ്ങിച്ച ഒരു ഗിഫ്റ്റാണത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് മെമ്മറീസ് എനിക്കത്. പിന്നെ അങ്ങോട്ടേക്ക് ഡിഗ്രി ഒക്കെ പഠിച്ചായിരുന്നു. വീഡിയോസൊക്കെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവർ ആ ബർത്ത്ഡേ ഡേ അന്ന് അവരുടെ തിരക്കുകളും കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് എൻ്റെ ഡേക്ക് വേണ്ടി അവർ എഫേർട്ട് എടുത്ത ഒരു ഡേ ആയിരുന്നു കേട്ടോ അത്. സോ അതൊക്കെ നമുക്ക് ലൈഫിൽ കിട്ടുകയെന്ന് പറയുമ്പോൾ ആ ഒരു മെമ്മറിയൊക്കെ ഭയങ്കര പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ്. സോ അപ്പോൾ ഇനി നീട്ടുന്നില്ല, നമുക്ക് ഗിഫ്റ്റൊക്കെ നോക്കാം. അപ്പോൾ ഇതിൽ ഇത്രയും ഗിഫ്റ്റിൽ എനിക്ക് ഏത് നിങ്ങൾക്ക് കാണിച്ചു തരണം, ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഏതാ റിവീൽ ചെയ്യേണ്ടത് എന്നുള്ള
ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ 2 ഗിഫ്റ്റ് ഞാൻ പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ അത് തന്നെ എനിക്കും ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അത് തന്നെ ഞാൻ ആദ്യം പൊട്ടിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഗിഫ്റ്റാണ് ഇത്. അപ്പോൾ ഇത് എനിക്കറിയില്ല എന്താണ്, ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം എന്താണെന്നുള്ളത്. നല്ല റാപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവർ തന്നിരിക്കുന്നത്. എനിക്കൊരു ഗസ് ഉള്ളത്, ഇത് എനിക്ക് തോന്നുന്നു ബാഗോ ഡ്രസ് അങ്ങനെ എങ്കിലും ആയിരിക്കും. എനിക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടാൻ നേരം എന്തായിരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ബാഗാണിത്. കാരണം അതിൻ്റെ വള്ളി ഞാൻ ഇവിടെ കണ്ടു. എന്തായാലും ബ്ലാക്ക് കളറാണ് കേട്ടോ ബാഗ്. വാവ്, കൊള്ളാം, അടിപൊളി. ട്രാവൽ ബാഗാണ് കേട്ടോ. ഇത് വന്നിട്ട് വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ഒരു അടിപൊളി ട്രാവൽ ബാഗ് ആക്കുന്നത്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ ഒരു ബാഗ് എനിക്ക് കിട്ടുന്നത് ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു. ബാഗ് എനിക്കങ്ങനെ കിട്ടിയിട്ടില്ല, ഗിഫ്റ്റായിട്ട് അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പം എന്തായാലും അടിപൊളിയായിരുന്നു, കൊള്ളാം. വന്നിട്ട് ഇതാ ഈ കവറിലുള്ളൊരു സാധനമാണ് അടുത്ത എക്സൈറ്റ്മെൻറ്റ് വൺ, അതായത് അടുത്ത ഗിഫ്റ്റ് കേട്ടോ. അതായത് ഇതാണ് സാധനം. ഇതിൻ്റെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ട്. കാരണം ഇത് തന്ന ആളെനിക്ക് ആമസോണിൽ എനിക്ക് കൊറിയർ ചെയ്യാണ് ചെയ്തത്. അതായത് ആമസോണിൽ കൂടെ എനിക്ക് തരികയാണ് ചെയ്തത്. അങ്ങനെ ആമസോണിൽ കൂടെ കിട്ടിയപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് ഒരിക്കലും തുറക്കരുത്, നീ ജസ്റ്റ് ആ ആമസോണിൽ നിന്ന് എങ്ങനെയാണോ പാക്ക് വന്നിരിക്കുന്നത് അതേപടി ഒരാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫ്രണ്ടിന് കൊടുത്തു. എന്നോട് പൊട്ടിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊടുത്തു. അപ്പോൾ ഞാൻ കൊടുത്ത ആ ഫ്രണ്ട് എന്നോട് ചോദിച്ചു, നിൻ്റെ അടുത്ത് വല്ല റാപ്പോ കാര്യങ്ങളോ ഉണ്ടോ? എൻ്റെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇത് കുറേ നാൾ വെയിറ്റ് ചെയ്ത്, ഈ അടുത്താണ് എനിക്ക് കിട്ടിയത്, കുറേ നാൾ വെയിറ്റ് ചെയ്തിരുന്ന് കിട്ടിയ ഒരു ഗിഫ്റ്റും കൂടിയാണ് കേട്ടോ ഈ ഇതും. അതുപോലെ തന്നെ ഞാൻ അൺബോക്സ് ചെയ്യാണ്ട് വെച്ചാൽ ആ ബാഗും കാണിച്ചില്ല ബാഗ്, അത് രണ്ടും ഞാൻ അൺബോക്സ് ചെയ്യാതെ കുറച്ച് നാൾ വെയിറ്റ് ചെയ്തിരുന്ന് കിട്ടിയ ഗിഫ്റ്റാണ്. അതാണ് ഈ ഒരു വീഡിയോ ചെയ്യാനും ലേറ്റ് ആയതും അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, നിൻ്റെ കയ്യിൽ വല്ല റാപ്പോ കാര്യങ്ങളുണ്ടോ എന്ന് റാപ്പ് ചെയ്യാനാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ റാപ്പും കൂടെ തരാം. അങ്ങനെ ഞാൻ എൻ്റെ ഗിഫ്റ്റ് തന്നെ അതും പിന്നെ റാപ്പ് ചെയ്യാനുള്ള സാധനം കൊടുത്തിട്ട് എനിക്ക് റാപ്പ് ചെയ്ത് കിട്ടിയ സാധനമാണ്. ഇതുണ്ടല്ലോ, ഓ മൈ ഗോഡ്, ഇത് ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന ലാർക്ക് M2ൻ്റെ, അതായത് ഹോളി ലാൻഡ് ലാർക്ക് M2ൻ്റെ മൈക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് ഇത് ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ ബോറോ ചെയ്താണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, സൗണ്ടിൻ്റെ ക്വാളിറ്റി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു മൈക്ക് അതുപോലെ തന്നെ ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ച് ഞാൻ കാട്ടിലിട്ട ഒരു സാധനമാണ് ഗൈസ് ഇപ്പം എൻ്റെ കൈ കിട്ടിയിരിക്കുന്നത്. ഇതെനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. കാരണം ഞാൻ മൈക്ക് വേണം, അതുപോലെ തന്നെ വീഡിയോ ചെയ്യാനായിട്ട് മൈക്ക് ആവശ്യമുണ്ട്. കാരണം വീഡിയോക്കൊക്കെ ഓഡിയോക്കൊക്കെ ക്വാളിറ്റി വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും ഒരു മൈക്ക് വാങ്ങണം എന്നൊക്കെ വിചാരിച്ചാൽ ഞാൻ കാട്ടിലിട്ട് വെച്ചിരുന്നൊരു സാധനമാണ്. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ കോംബോ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഞാൻ കാട്ടിലിട്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 റിസീവറും പിന്നെ അതുപോലെ തന്നെ 2 ട്രാൻസിസ്റ്ററും അതുപോലെ തന്നെ ഒരു റിസീവറുമായിട്ടായിരുന്നു ഞാൻ കാട്ടിലിട്ടിരുന്നത്. കാരണം ഇത് നല്ല അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇത്. അപ്പം ഞാൻ അങ്ങനെ കാട്ടിലിട്ടിട്ട് വെച്ചുകൊണ്ടിരുന്നൊരു സാധനമാണ്. എനിക്കറിയില്ല എങ്ങനെയാണ് ഞാനിത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. സോ ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഇതെനിക്ക് തിരിച്ചു കൊടുക്കാമല്ലോ. ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. കാരണം എനിക്ക് ഈ ഒരു മൈക്കെന്ന് വെച്ചാൽ എനിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലായിട്ടുള്ള, അതായത് ഓഡിയോയ്ക്കൊക്കെ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു മൈക്ക് കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ എന്തായാലും ചെയ്തിരിക്കും. 2 ഞാൻ എക്സൈറ്റ്മെൻറ്റോടെ ഇരുന്ന, അല്ലെങ്കിൽ കാണണമെന്ന് ഇരുന്ന 2 സാധനങ്ങൾ അങ്ങനെ ഞാൻ തുറന്ന് കണ്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നയാൾക്ക് എന്തായാലും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ബാക്കിയുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഓൾറെഡി തുറന്നത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ബോക്സാണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് വന്നിട്ട് 2
ബോഡി മിസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു രണ്ട്. ഇതിൻ്റെ സ്മെല്ലാണെങ്കിലും നല്ല ബോഡി ഫിലോസഫീൻ്റെ ലവ് കിസ്സും അതുപോലെ തന്നെ പ്യുവർ റൊമാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. അതിൽ ഈ ഒരെണ്ണം എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഈ ഒരു സാധനം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആ ഗിഫ്റ്റിൻ്റെ കൂടെ തന്നെ ഒരു നെയിൽ പോളിഷ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ഞാനൊരു നെയിൽ പോളിഷ് ലവറാണ്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയിൽ പോളിഷ്. ഇത് എനിക്ക് ഈ ഒരു ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരു മൈൽഡ് ഫ്ലോറൽ സ്മെല്ലാണ്. ഇതിന് കുറച്ച് കുത്തുന്ന സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് ഗിഫ്റ്റ്. അടുത്ത ഗിഫ്റ്റ് കുറച്ച് എക്സ്പെൻസീവാണ്. ഇതെനിക്ക് ഓൾറെഡി അറിയാം, ഞാൻ ഓൾറെഡി തുറന്നു ഇട്ടിട്ടും ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ഇതായിട്ട് തന്നെ വെച്ചതാണ്. അപ്പോൾ ഇത് രണ്ട് ചെറിയ ക്യൂട്ടായിട്ടുള്ള 2 ഇയറിങ്സ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതുപോലത്തെ കുഞ്ഞ് ഇയറിങ്സ് ആട്ടോ പൊതുവേ ഞാൻ വെയർ ചെയ്യാറുള്ളത്. അതുപോലെ കുഞ്ഞ് ഇയറിങ്സ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് രണ്ടും. അപ്പോൾ ഇതും കുറച്ച് എക്സ്പെൻസീവാണ്. എനിക്ക് തോന്നുന്നു, എനിക്ക് ലൈഫിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ എക്സ്പെൻസീവായിട്ട് ഗിഫ്റ്റ് കിട്ടുന്ന ഒരു ബർത്ത്ഡേ. എനിക്ക് തോന്നുന്നു ഈ ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു. ബാക്കി ഗിഫ്റ്റ് കിട്ടാറുണ്ട്, പക്ഷെ ഇത്രയും എക്സ്പെൻസീവായിട്ട് കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് ഫോർ ദീസ് ഗിഫ്റ്റ്. മുന്നേ കാണിച്ച ഗിഫ്റ്റിനാണ് താങ്ക് യു സോ മച്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്ത ഒരു ഇതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ബോഡി ലോഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ ബോഡി ഷോപ്പ്, അതായത് ദുബായിലെ ബോഡി ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പുണ്ട്. അവിടുത്തെ പ്രോഡക്റ്റ്സൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പം കുറച്ച് അഫോർഡ് ചെയ്യാൻ കുറച്ച് പാടാണ്. പക്ഷെ എന്നാലും ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ് ഈ ഒരു ക്രീം വാങ്ങണമെന്ന്. ഇത് ആൽമണ്ട് മിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ക്രീമാണ്. ഇതിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഇത് കുറച്ചെടുത്ത് തേക്കാറുള്ളൂ കേട്ടോ. പിന്നെ ഭയങ്കര സ്മെല്ലാണ്, ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് ഇതിന്. എന്ത് സ്മെല്ലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അതുപോലെ ഇഷ്ടമായുള്ളൊരു ക്രീമാണ് കേട്ടോ ഈ ഒരു ബോഡി ക്രീം. അപ്പോൾ ഇത് എനിക്കായിട്ട് ഞാൻ വാങ്ങിക്കൊടുത്ത കേട്ടോ, എൻ്റെ ഗിഫ്റ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞി മാലാഖക്കുട്ടീനെ കണ്ടോ, ഇത് കണ്ടോ, നല്ല ഭംഗിയില്ല കാണാനായിട്ട്. സോ ഈ ഒരു മാലാഖക്കുഞ്ഞിനെയാണ് എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്ത ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ എന്നോട് തന്നെ ഹാപ്പി ബർത്ത്ഡേ ടു യു പറഞ്ഞ് ഞാൻ തന്നെ എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ബറ്റീൽ എന്ന് പറഞ്ഞിട്ട്, ഇത് ബറ്റീൽ തന്നെയാണെന്ന് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്. അവർ ഇതിനകത്ത് വന്ന ഒരു ചോക്ലേറ്റിൻ്റെ ചോക്ലേറ്റ് ഞാൻ തിന്നു, അതിൻ്റെ കവറും ഞാൻ കളഞ്ഞുപോയി. ഈ ഒരു കവർ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ആ ഒരു ചോക്ലേറ്റിൻ്റെ ബോക്സും അതുപോലെ തന്നെ ഒരു ജേണലും അതുപോലെ തന്നെ ഒരു എന്തായിരുന്നു പാർക്കറിൻ്റെ ഒരു പെന്നും ആട്ടോ കിട്ടി. മറ്റേ ബലൂണില്ലേ, ഹോട്ട് എയർ ബലൂണ്, അതിൽ പോകണമെന്നും അത് ഒരിക്കലെങ്കിലും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ ജേണലിൻ്റെ ഫ്രണ്ടിലും ആ ഒരു ഇതാണ് കാണിച്ചേക്കുന്നത്. ഉണ്ടോ, ഈ ഒരു പിക്ചറാണെങ്കിലും അതാ തന്നിരിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചു ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആയി നടന്നതാണെങ്കിലും എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം ഈ ഒരു ഇത് ഞാൻ എൻ്റെ ഡ്രീം ലിസ്റ്റിലുള്ളതാണിത്. ഇങ്ങനൊരു ഹോട്ട് എയർ ബലൂണിൻ്റെ ആ ഒരു ഇതിൽ പോകണം, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഒത്തിരി താങ്ക്സ്. അപ്പം അടുത്തത് ഇപ്പം കൺഫ്യൂഷനായി, ഇനി ഏതൊക്കെ കാണിച്ചു ഏതൊക്കെ കാണിച്ചില്ല. ഓക്കെ, എന്നിട്ടൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ബാഗാണ്. ചിലപ്പോൾ നമുക്ക് ഫങ്ഷനും കാര്യങ്ങൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ബാഗാണ് കേട്ടോ ഇത് വന്നിട്ട് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു വള്ളിയൊക്കെ ഉണ്ട് ഇതിന് ഇങ്ങനെ വന്നിട്ട് നമുക്ക് ക്യൂട്ടായിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ കുറച്ച് വർക്ക് കൂടുതലാണ്, പക്ഷെ എന്നാലും നല്ല രസമുണ്ട് ഈ ഒരു ബാഗ് വന്നിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓൾറെഡി ഞാൻ പൊളിച്ചിട്ട് അതേപോലെ തന്നെ പൊളിച്ചപ്പോഴാണ് ഓർത്ത ഇത് പൊളിക്കേണ്ടായിരുന്നു. ക്യൂട്ടായിട്ടുള്ളൊരു ഗിറ്റാറിൻ്റെ ഒരു ഷോ പീസാണ് കേട്ടോ. ഇതിനകത്ത് വന്നിട്ട് ഇതിനകത്തൊരു 2 ഡക്കിൻ്റെ ഒക്കെ ഒരു ഇതുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് എനിക്കൊരു
ഡെക്കോർ പീസാണിത് വന്നിട്ട്, ഗിറ്റാറിൻ്റെ ഒരു പീസ്. ഗിറ്റാറാണോ വയലിനാണോ? ഗിറ്റാറാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഇത് വന്നിട്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്, ഷോ പീസായിട്ട് ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് വന്നിട്ട് ഇതാണ്, അറാൻബിൻ്റെ കവർ കണ്ടാലേ അറിയാലോ ഇത് ഡ്രസ്സായിരിക്കുമെന്ന്. ഇത് വന്നിട്ട് എൻ്റെ ഫേവറേറ്റ് കളറിലുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു കളർ ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കും ഇട്ട് കഴിഞ്ഞാൽ. ഇപ്പം എനിക്ക് ബ്ലാക്ക്, അതുപോലെ തന്നെ വൈറ്റ്, ഈ കളേഴ്സിന് പിന്നെ പിങ്ക്, ഇങ്ങനത്തെ ഈ ഡ്രസ്സിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് വന്നിട്ട്. ഇത് കുറച്ച് ഫുൾ ഉടുപ്പ് പോലെയാണ്. കൈയൊക്കെ ആണെങ്കിലും അടിപൊളിയാണ്. ഇതിട്ട് കഴിഞ്ഞാലും അടിപൊളിയാണ്. ഇത് ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം ഇട്ടായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞിട്ട് അലക്കിയിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ് നിങ്ങളെ കാണിക്കാൻ. വീണ്ടും ഒരു ഡ്രസ്സാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ കളറും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ഈ ഒരു പർപ്പിൾ എന്ന് പറയുന്നത്. ഈ ഡാർക്ക് കളേഴ്സിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ ഇതും എനിക്ക് ഭയങ്കര, ഇതിന് സ്ലീവ്ലെസ് ആണ്. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഒരു കളറാണിത്. ഈ ഡ്രസ്സും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. അപ്പം ഇതാണ് ഒരു ഡ്രസ്സ്. അതിൻ്റെ കൂടെ ഒരു ബെൽറ്റൊക്കെയാണ് നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത ഈ ഗിഫ്റ്റൊക്കെ എനിക്ക് തന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അപ്പോൾ എല്ലാവർക്കും ബൈ.